കള്ളിമാലി എന്നൊരു സ്ഥലത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇടുക്കിയിലെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണ്. പൊന്മുടി ഡാമിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു സൂപ്പർ വ്യൂ പോയിന്റ് ഉള്ളത്. സൺസെറ്റ് ഒക്കെ കാണാനായിട്ട് ബെസ്റ്റാണ്. അതുപോലെ ഒരു വ്യൂ പോയിന്റിൽ താമസിക്കാൻ പറ്റുവാണെങ്കിൽ എന്തായിരിക്കും അല്ലേ അവസ്ഥ? പൊളിയായിരിക്കില്ലേ? നമുക്ക് നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സൺസെറ്റും സൺറൈസും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ? എന്നാലും പറ്റൂട്ടോ. രാഗമയ ഈ ഒരു കള്ളിമാലി വ്യൂ പോയിന്റിലുള്ള ഒരു ബ്യൂട്ടിഫുൾ റിസോർട്ടാണ് രാഗമയ എന്ന് പറയുന്നത്. ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ. നമുക്ക് നമ്മുടെ റൂമിൽ ഇരുന്നിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി സൺസെറ്റ് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫിനിറ്റി പൂളുണ്ട്. വൈകുന്നേര സമയത്ത് ആ ഒരു ഇൻഫിനിറ്റി പൂളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സൺസെറ്റ് ശരിക്കും പൂളിലിരുന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. പല ടൈപ്സ് ഓഫ് റൂംസ് ഉണ്ട്. ഡീലക്സ് റൂംസ് ഉണ്ട്, പ്രീമിയം കാറ്റഗറി റൂംസ് ഉണ്ട്. ഞാൻ പ്രീമിയം കാറ്റഗറി റൂമിലായിരുന്നു. നല്ല അടിപൊളി ബാൽക്കണിയും ആ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂവും ഒക്കെ മാരകമാണ്. അതുപോലെ തന്നെ ഹണിമൂൺ പൂൾ വില്ലയുണ്ട്, പിന്നെ ഫാമിലി പൂൾ വില്ലയുണ്ട്. ഹണിമൂൺ പൂൾ വില്ല ശരിക്കും ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെയാണ്. ഒരു കപ്പിളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഒരു പഴയ കോവിലകം സെറ്റപ്പിലാണ് ഹണിമൂൺ പൂൾ വില്ല സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നല്ല പ്രൈവസിയോട് കൂടിയിട്ടുള്ള ഒരു പൂൾ വില്ലയാണ്. അതിൻ്റെ ഉള്ളിലെ ഡിസൈൻസ് ആണെങ്കിലും ഒരു ഭയങ്കര ഒരു എസ്തെറ്റിക് ബ്യൂട്ടി തന്നെയുണ്ട്. ഫോട്ടോസ് എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ ആയിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഹണിമൂൺ പൂൾ വില്ല. പൊന്മുടി സ്യൂട്ട് റൂം എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറിയും കൂടി ഉണ്ട്. ഒരു വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും ആ ഒരു ലിവിങ് ഏരിയ, ഒരു വലിയ ബാൽക്കണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അടിപൊളിയാണ്. ഒരു വലിയ ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല വ്യൂ ആണ്. കള്ളിമാലി വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് സുഖമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ നമുക്ക് നമ്മുടെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് നല്ല ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈവൻ നിങ്ങൾക്ക് പുറത്തേക്ക് പോകണം എന്നാണെങ്കിൽ മൂന്നാറുണ്ട്, പൂപ്പാറയുണ്ട്, തൊട്ടടുത്തായിട്ട് തന്നെയാണ് പൊന്മുടി ഡാം ഉള്ളത്. അതുപോലെ തന്നെ ഒരു പൊന്മുടി തൂക്കുപാല ഉണ്ട്, സ്വർഗംവീട് ഉണ്ട്. അങ്ങനെ നിയർ ബൈ അട്രാക്ഷൻസ് ആയിട്ട് ഒരുപാട് നല്ല സ്ഥലങ്ങളും ഒരു വാട്ടർഫോൾസും നിങ്ങൾക്ക് ഇവിടെ അടുത്തായിട്ട് പോകാൻ പറ്റും. ജീപ്പ് സഫാരിയും അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് റിസോർട്ടിൽ നിന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഇവിടുത്തെ റെസ്റ്റോറൻറ്റും അടിപൊളിയാണ്. ഇവിടുത്തെ ഫുഡ് രക്ഷയില്ല, നല്ല ടേസ്റ്റി ഫുഡാണ്. റെസ്റ്റോറൻ്റ് ആണെങ്കിലും ഇരിക്കുന്നത് ഒരു അടിപൊളി വ്യൂ പോയിന്റിലാണ്. ഒരു ചായ കുടിക്കാനായിട്ടാണെങ്കിൽ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ സൺസെറ്റ് ഒക്കെ കണ്ട് നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവരോടൊപ്പം ഇരുന്ന് ചായയൊക്കെ കുടിക്കാം. ഇവിടുത്തെ സർവീസസും അതുപോലെ തന്നെ സ്റ്റാഫും എല്ലാം അടിപൊളിയാണ്. തൊട്ട് താഴത്തായിട്ടുള്ള കള്ളിമാലി വ്യൂ പോയിന്റിലേക്ക് ഇവിടെ നിന്നൊരു നേച്ചർ വാക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാക്ക് വേ ഉണ്ട്. സൺസെറ്റിൻ്റെ ടൈമിൽ ആ വാക്ക് വേയിലൊക്കെ പോവുകയാണെങ്കിൽ അടിപൊളിയാണ്. അതുപോലെ തന്നെ മെയിൻ ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ ഇൻഫിനിറ്റി പൂൾ എന്ന് പറയുന്നത്. പിന്നെ വൈകുന്നേരമൊക്കെ നമുക്ക് നമ്മുടെ ഫാമിലിയോടൊപ്പം കഥ പറഞ്ഞിരിക്കാനും പാട്ട് പാടാനും ഒക്കെ ആയിട്ടുള്ള ഒരു ക്യാമ്പ് ഫയർ സെഷൻ ഇവിടെയുണ്ട്. പിന്നെ ഇൻഡോർ ആക്ടിവിറ്റീസും ഇൻഡോർ ഗെയിംസും ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഏരിയ തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് അവേ ഫ്രം ക്രൗഡ്. തിരക്ക് ഒച്ചപ്പാടോ ഒന്നും ഇല്ലാണ്ട് തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ട് സമാധാനപരമായിട്ട് വന്ന് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലവും പ്രോപ്പർട്ടിയാണ് ഈ ഒരു രാഗമയ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും സോ ഹാപ്പി, അടിപൊളിയാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും. അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ അടുത്ത് കൊടുത്തിട്ടുണ്ടാവും. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. താങ്ക് യു.